ഗൈസ്, അപ്പോൾ മൂന്നാർ ട്രിപ്പിൻ്റെ നാലാമത്തെ വ്ളോഗാണ് ഇന്ന്. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ എവിടേക്ക് പോയി എന്നുള്ളതായിരുന്നു. അത് നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് സെക്കൻഡ് ഒരു വീഡിയോ ചെയ്തത്. ഇത് ഞങ്ങൾ റോസ് ഗാർഡനിൽ പോയപ്പോൾ ഉള്ള കാഴ്ചയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം റോസ് ഗാർഡനിലാണ് പോയത്. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പല 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 ഫ്ലവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അലങ്കാര ചെടികൾ, ആയുർവേദ ചെടികൾ, അല്ലാതെ നമ്മുടെ പല പല ഡാലിയാസ്, അതെല്ലാത്തിലും നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത നിറങ്ങളിലും ഭംഗിയിലുമൊക്കെ. അത് കാണാൻ തന്നെ എന്ത് മനോഹരമാണെന്നറിയാമോ. അവിടുത്തെ റോസസ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ഭയങ്കര കൗതുകത്തോടെ നിന്നു. ഞാൻ കുറച്ച് ഒരു 5ഓ 6ഓ കളേഴ്സിലുള്ള റോസസൊക്കെയാണ് കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ പല നിറങ്ങളിലുള്ള റോസസാണ് കണ്ടത്. അങ്ങനെ പല വെറൈറ്റീസിലുള്ള ഇത് സാധനങ്ങളും ഫ്ലവേഴ്സും എല്ലാം കണ്ടു. റോസാണെങ്കിൽ വൈറ്റ്, റെഡ്, പിങ്ക്, പീച്ച് കളറ്, പിന്നെ ലാവൻഡർ പോലത്തെ കളറ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജമന്തി, പല പല ചെടികൾ. പിന്നെ നമുക്കവിടെ ഒരുപാട് ചെടികൾ വിൽക്കാനായിട്ട് അവൈലബിൾ ആയിരുന്നു കേട്ടോ. പക്ഷേ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോയി. പല ഐറ്റംസിൻ്റെയും ചെടികൾ ഒന്നും കിട്ടാനില്ല, അവിടെ തീർന്നു. പിന്നെ നമ്മൾ 1-2 ചെടി വാങ്ങി. അത് പക്ഷെ ഒരെണ്ണം ഇങ്ങ് വന്നപ്പോഴത്തേക്കും ഒടിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ അവിടെ റോസാണ് അവിടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന ആ റോസാണ് അവിടെ ഫുള്ള് ആ ഗാർഡനിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഭയങ്കര നല്ല വലിപ്പത്തിലുള്ളതാണ്. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊന്നും ഉള്ള പോലത്തെ അല്ല, നല്ല വലിപ്പത്തിലുള്ളതാണ്. അപ്പോൾ ഈ ഗാർഡൻ്റെ അകത്തൂടി ഒരുപാട് നടന്ന് കാണാനുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് കാണുക, അവിടെ നിന്ന് തന്നെ കുൽഫി, ഐസ്ക്രീമൊക്കെ കിട്ടും. അങ്ങനെ വാങ്ങി അതും കഴിച്ചു. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് പല പല നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത ഒരുപാട് വെറൈറ്റീസ് സാധനങ്ങളൊക്കെ കണ്ടിങ്ങനെ നടന്നിട്ട് എനിക്ക് ഇതാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു പോയായിരുന്നു. ഇതൊക്കെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ്. ഒരു സൈഡിൽ നമ്മുടെ പൂക്കളുള്ള ചെടികളും എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴേക്കും അവിടെ മഴ പെയ്തു. മഴ പെയ്തപ്പോഴത്തേക്കും കുറച്ച് കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല തണുപ്പൊക്കെ ആയി. നല്ല രസമായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ആയി. അപ്പോൾ ചേട്ടന് ഗ്യാപ്പ് റോഡ് വഴി പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്യാപ്പ് റോഡ് ലക്ഷ്യം വെച്ച് പോയി. ഗ്യാപ്പ് റോഡിൻ്റെ വീഡിയോ ഒന്നും കൂടുതൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഗ്യാപ്പ് റോഡിലോട്ട് പോകുന്ന വഴിയാണ് ഇത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഫോട്ടോ സ്പോട്ട് കണ്ടു. അവിടെ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടോട്ട് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടെ കയറി അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ ഞങ്ങളെടുത്തു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് ചിന്നക്കനാൽ വാട്ടർഫോൾ കാണാൻ പോകണമെന്നാണ്. നേരെ ചിന്നക്കനാൽ പോയിട്ട് തിരികെ വരുമ്പോഴാണ് ഗ്യാപ്പ് റോഡ് വഴി വന്നത്. അപ്പോൾ ചിന്നക്കനാലിൽ പോയപ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കുറേ നേരം ഇത് നോക്കി വിഷമിച്ചങ്ങ് നിന്ന്. എന്നിട്ട് നേരെ പോയത് നമ്മുടെ ഡോർ ഓഫ് ഹെവനിലാണ്. ഇൻസ്റ്റഗ്രാം ഫേമസ് ആക്കിയ ഡോർ ഓഫ് ഹെവന് കാണാനായിട്ട് പോയി. അതിസാഹസികമായ രീതിയിലാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നതും തിരികെ വന്നതും എല്ലാം. അവിടെ പോകുമ്പോൾ ആ റൂട്ടൊക്കെ നോക്കി പോകണം. ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. പക്ഷേ നമുക്കെന്താണ് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഡേഞ്ചറൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് അവിടെ ഉള്ള ആൾക്കാർക്ക് പോലും ഡോർ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ പിന്നെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് പോയതാണ്. ലൊക്കേഷൻ ഇട്ട് പോയാലും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2-3 വഴി അതിൽ കാണിക്കും. അതിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഡോർ ഓഫ് ഹെവനിലൊക്കെ പോകാനായിട്ട്. ഞങ്ങൾ പെട്ടത് കൊണ്ട് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെന്തായാലും ഡോർ ഓഫ് ഹെവനിൽ എത്തിച്ചേർന്നപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് തിരികെ വന്നപ്പോഴത്തേക്കും ഒരു 6:30 ആയി. എന്നിട്ട് നേരെ ഞങ്ങൾ വേറെ ഒരിടത്തും പോയില്ല. ആ ഒരു ഹാങ് ഓവറിൽ പേടിച്ച് അവിടെ നിന്ന് നേരെ വന്നത് എവിടെയാണ്, റൂമിലോട്ടാണ് ഞങ്ങൾ പോയത്. ഡോർ ഓഫ് ഹെവനിൽ നിന്ന് തിരികെ വരുന്ന വഴിയാണിത്. നല്ല
മനോഹരമായ ഒരു സ്ഥലമാണ് അവിടം. ഫുള്ള് തേയിലത്തോട്ടം മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞു വഴിയാണ്. ഇതുപോലത്തെ ഒരു കുഞ്ഞു വഴിയാണ്. ഒരു വണ്ടി, വേറൊരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത അത്രയും കുഞ്ഞു വഴിയാണ്. അത്രയ്ക്ക് വണ്ടികളൊന്നും വരില്ല. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്നു. എന്നിട്ട് രാത്രി ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ജംഗ്ഷനിൽ പോയി ചായയൊക്കെ കുടിച്ചു. തിരിച്ച് റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ നേരെ വാഗമണിലോട്ടാണ് പോയത്. അവിടെ 2 ദിവസമാണ് സ്പെൻഡ് ചെയ്തത്. അത് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.